ഇന്ന് പകൽക്കാലം നമ്മൾ ധ്യാനിച്ച അതേ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് തുടർന്നും ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിന് യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. പിതാക്കന്മാരെ, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഞാൻ രാവിലെ ഓർപ്പിച്ചതായിരുന്നു, 2 തലമുറകളോടാണ് അവിടെ സംസാരിക്കുന്നത്. ഒന്ന് പിതാക്കന്മാരുടെ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ തലമുറയെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്തതായ കണ്ടംപററി ജനറേഷനോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ 3 പ്രധാന വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ ശക്തരായിരിക്കണം. 2, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത് വസിക്കുന്നതായിരിക്കണം. 3, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുന്നവരായിരിക്കണം. അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്ന വേദഭാഗങ്ങൾ. ഞാൻ അവയിൽ നിന്ന് ഒത്തിരി കറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ ഇല്ലാത്തവരിൽ ചിലർ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു റീക്യാപ്പ് ഞാൻ നൽകി മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിച്ചത് ഈ കാലഘട്ടത്തിൽ തലമുറകൾ ശക്തരായിരിക്കേണ്ട ഈ കാലഘട്ടത്തിൽ നാം ശക്തരായിരിക്കണം എന്നുള്ള ഇതാണ്. പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞു എന്നതിനെക്കാട്ടിലുപരി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, അന്ത്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ആകയാൽ ശക്തീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മാത്രമേ സ്തോത്രം ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുവാൻ, പിടിച്ചു നിൽക്കുവാൻ, ഇടിച്ച് കയറുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ദൈവരാജ്യം ആരും കൈവച്ച് തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത്. ദൈവരാജ്യം നിങ്ങൾക്ക് ദൈവം ഒരു ദാനമായി നൽകുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. യോഹന്നാൻ്റെ കാലം തുടങ്ങി സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്തു വരുന്നു. ബലാത്കാരികൾ ബലാത്കാരേണ അതിൽ കടക്കുന്നു എന്നുള്ളതാണ്. ആകയാൽ സാധാരണമായി ദൈവരാജ്യത്തെ ഇൻഹെറിറ്റ് ചെയ്യുവാൻ, അതിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതിൽ ബലാത്കാരേണ എന്ന് പറഞ്ഞാൽ അതിനത്രമാത്രം വില കൊടുത്ത്, അതിനത്രമാത്രം പേഴ്സ്യൂ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ദൈവരാജ്യം ത്തിലേക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ അതിലേക്ക് വിശാലപ്പെടുന്നില്ല. ഞാൻ ചുരുങ്ങി മുമ്പോട്ട് പോകട്ടെ. ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ 2 വിധ ശക്തികൾ അവനിൽ ഉണ്ടായിരിക്കും. ഇന്നതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഇന്ന് രാത്രി കടന്നു വരാം. അതിൽ 1-ാമത്തെ ശക്തി എന്ന് പറയുന്നത് ഹിസ് ഓൺ സ്ട്രെങ്ത് ആണ്. എന്നാൽ 2-ാമത്തെ ശക്തി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ പവർ എന്നുള്ള സംഗതിയാണ്. 1 ശമൂവേൽ 2:9-10 കടന്നു വരുമ്പോൾ 9-ാം വാക്യത്തിൽ നാം കണ്ടത്, അവിടെ വിശുദ്ധന്മാരും ദുഷ്ടന്മാരും തമ്മിലുള്ള ഒരു യുദ്ധത്തെയാണ് നാം കാണുന്നത്. വിശുദ്ധന്മാരും ദുഷ്ടന്മാരും തമ്മിലുള്ള യുദ്ധം. എന്നിട്ട് ആ യുദ്ധത്തിൻ്റെ അവസാനം പറയുകയാണ്, ദുഷ്ടനായിരുന്നാലും ശരി വിശുദ്ധനായിരുന്നാലും ശരി അവൻ്റെ ഓൺ സ്ട്രെങ്തിനകത്ത്, സെൽഫ് സ്ട്രെങ്തിനകത്ത് ജയിക്കാൻ കഴിയാത്ത ഒരു കാലം വരും. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, ആ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ ശക്തിയെ ഇമ്പാർട്ട് ചെയ്യുമെന്നാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിച്ചതായിരുന്നു നെഗറ്റീവ് പവേഴ്സ്. അവിടെ നെഗറ്റീവ് പവേഴ്സിലേക്കാണ് നമ്മൾ 1-ാമത് പ്രവേശിച്ചത്. അതിൽ 1-ാമതായി നാം കണ്ടത് പാപത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. പാപത്തിനൊരു ശക്തിയുണ്ട്. പാപത്തിൻ്റെ ശക്തിക്ക് 3 സംഗതികളെ മാത്രം ഞാൻ രാവിലെ ഓർപ്പിച്ചു. ഒന്ന്, പാപത്തിൻ്റെ ശക്തി. പാപം അതിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ഗ്ലോറിയെ ഇല്ലാതാക്കുന്നു. 2, പാപം അതിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ഫെലോഷിപ്പുകളെ ഇല്ലാതാക്കുന്നു. 3, പാപം അതിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ പൊസിഷനുകളെ, നമ്മുടെ ഹാബിറ്റൻസുകളിൽ നിന്ന് നമ്മളെ നശിപ്പിച്ചു കളയുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാമതായി നാം കണ്ട ശക്തി എന്ന് പറയുന്നത് വ്യാജത്തിൻ്റെ ശക്തിയാണ്. വ്യാജത്തിൻ്റെ ശക്തി, പവർ ഓഫ് ഡില്യൂഷൻ, സ്ട്രോങ് ഡില്യൂഷൻ, സ്ട്രെങ്ത് ഓഫ് ഡില്യൂഷൻ. എന്താണ് ഈ വ്യാജത്തിൻ്റെ ശക്തി? വ്യാജത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞത്, ഒന്ന്, ഫോൾസ് റിപ്പോർട്ടുകളാണ്. ആമേൻ. ശരീരത്തിനെതിരെ അതിനെ 4ആയി തിരിച്ചു പഠിച്ചു. എക്കണോമിക്കലി ഫോൾസ് റിപ്പോർട്ട്, ഫിസിക്കലി ഫോൾസ് റിപ്പോർട്ട്, സ്പിരിച്വലി ഫോൾസ് റിപ്പോർട്ട്, സോഷ്യലി ഫോൾസ് റിപ്പോർട്ട്. ഒരു മനുഷ്യനെ സാമ്പത്തികമായി, ശാരീരികമായി, സാമൂഹികമായി, ആത്മീകമായി അവനെതിരെ തെറ്റായ ഒരു റിപ്പോർട്ട് കൊടുത്ത് അവനെ നശിപ്പിക്കുന്നതായ ഒരു റിപ്പോർട്ടിൻ്റെ, വ്യാജത്തിൻ്റെ ശക്തിയെ നാം കണ്ടു.
അതിനകത്ത് വ്യാജത്തിൻ്റെ രണ്ടാമത്തെ ശക്തി വിഗ്രഹങ്ങളിൽ കൂടെ വെളിപ്പെടുന്നതായ വ്യാജശക്തിയെ നാം കണ്ടു. മൂന്നാമതായി വ്യാജമായിരിക്കുന്ന വ്യാജശക്തികളെ നാം കാണുകയുണ്ടായി. 1 തെസ്സലോനിക്കർ 2:9. അടുത്തതായി നമ്മൾ വ്യാജഭാവം, ഹിപ്പോക്രസിയെ നമ്മൾ കാണുകയുണ്ടായി. വീണ്ടും അടുത്തതായി നാം കടന്നു വരുമ്പോൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്ന ചില വ്യാജ ജ്ഞാനങ്ങളെ നാം കാണുകയുണ്ടായി. വ്യാജമായ ജ്ഞാനങ്ങളെ നാം പഠിക്കുമ്പോൾ അത് സെക്യുലർ ലോകത്തും സ്പിരിച്വൽ ലോകത്തും ഈ ജ്ഞാനത്തെ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ കാലത്ത് യേശുവിനെ ഉപദ്രവിച്ചതൊന്നും ആ കാലഘട്ടത്തിലെ പാപികളല്ല. യേശുവിനെ ഉപദ്രവിച്ചതൊന്നും ആ കാലത്തിലെ പിന്മാറ്റക്കാരല്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകളെ എറിഞ്ഞത് ആരായിരുന്നുവെന്നറിയാമോ? യേശുവിൻ്റെ അടുക്കൽ വന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകളെ എറിഞ്ഞത് അക്കാലത്തെ പെന്തക്കോസ്തുകാരായിരിക്കുന്ന പരീശന്മാരും അക്കാലത്തെ പണ്ഡിതന്മാരായിരിക്കുന്ന ന്യായശാസ്ത്രിമാരും. എന്താണ് ഈ ന്യായശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ? അവർ ദൈവത്തിൻ്റെ വചനത്തെ നിരന്തരമായി, അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ നിരന്തരമായി പഠിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിൽ കടക്കത്തില്ല, ആരെയൊട്ട് കടക്കാനും കഴിയുന്നില്ല. നിങ്ങൾ ചെറുവിരൽ കൊണ്ടുപോലും ന്യായപ്രമാണത്തെ ചുമക്കുന്നില്ല, പകരം അതിനെ മുഴുവനുമായി കെട്ടി നിങ്ങൾ പാവപ്പെട്ടവന്റെ തലയിൽ വെച്ചിട്ട് ചുമക്കുവാൻ കഴിയാത്തതായ അളവിൽ അവനെ ഉപദ്രവിക്കുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞ് ന്യായശാസ്ത്രിമാരെയാണ് യേശു കർത്താവ് നീക്കിക്കളയുവാൻ ചെയ്യുന്നത്. എന്നാൽ ഇതേ ന്യായശാസ്ത്രിമാരുടെ കാലഘട്ടത്തിൽ, ഇതേ ന്യായശാസ്ത്രിമാരുടെ ഗണത്തിൽ ചിലരെ ദൈവം തെരഞ്ഞെടുത്തിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് യേശുവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, സ്തോത്രം, അവിടെ ശിമയോൻ എന്ന് പറയുന്ന വൃദ്ധനായ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ശിമയോൻ എന്ന് പറയുന്ന വൃദ്ധനായ മനുഷ്യൻ ഒരു സ്ക്രൈബായിരുന്നു, ഒരു ശാസ്ത്രിയായിരുന്നു. ഈ മനുഷ്യൻ യേശുവിനെ കാണുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നെന്നറിയാമോ? ചരിത്രം പറയുന്നത് 360 വയസ്സുണ്ടായിരുന്നെന്നാണ് ശിമയോനെ കുറിച്ച് പറയുന്നത്. 360 വയസ്സുണ്ടായിരുന്നു. ഈ ശിമയോന്റെ ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ യേശു കർത്താവിന് റോമന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം ഗ്രീക്ക് എംപയർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ നോളജ്, വിസ്ഡം ഉണ്ടായിരുന്നത് ഗ്രീക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ഇന്നും ബൈബിളുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഹിബ്രിയുയിൽ നിന്നല്ല, സെപ്റ്റുജിന്റ് ബൈബിൾ, ഗ്രീക്ക് ബൈബിളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കർത്താവായ യേശുവിൻ്റെ വരവിന് മുൻപേ ഗ്രീക്ക് ഭാഷ ഒരു ഇന്റർനാഷണൽ യുണീക്ക് ലാംഗ്വേജ് വരിക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗ്രീസിൽ ഒരു ഭയങ്കര ലൈബ്രറി ഉണ്ടാക്കി. ആ ലൈബ്രറി ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും അവർ കൂട്ടിച്ചേർത്തു. ആ ലൈബ്രറിയിൽ ചേർക്കുവാൻ തക്കവണ്ണം യഹൂദന്റെ ന്യായപ്രമാണത്തെ ഗ്രീക്ക് സാമ്രാജ്യം ചോദിച്ചു. അങ്ങനെ ശാസ്ത്രിമാരുടെ ഒരു ഗ്രൂപ്പ് ഇരുന്ന് ഈ പഴയ നിയമത്തെ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക്, യവന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇച്ചിരി കൂടെ ഒന്ന് മോണിറ്റർ തരാമോ? ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ ഒരു വേർഡ് കണ്ടു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് ഒരു സെന്റൻസ് കണ്ടു. പക്ഷേ ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശിമയോനാണ് ആ വേദഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശിമയോന്റെ മനസ്സിലൊരിത് വന്നു, ഇതെവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കന്യക ഒരിക്കലും ഗർഭിണിയായിട്ട് ഒരു പ്രസവം ഉണ്ടാകത്തില്ല. ആകയാൽ അദ്ദേഹം അന്ന് വൈകിട്ട് അതിന് ആലോചന എഴുതി വെച്ചു. യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് എഴുതാമെന്നൊരു ആലോചന വന്നു. താൻ എഴുതിയില്ല, കാരണം ഇത് ഒരു കൗൺസിൽ കൂടിയാണ് ഇവരിതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞ് എഴുതാൻ കഴിയത്തില്ലല്ലോ. അന്ന് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചു, യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് എഴുതി വെച്ചോ. അന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ശിമയോന്റെ മുറിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞോ, യുവതി പ്രസവിക്കുമെന്നല്ല യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്. പിന്നെയോ പകരം എഴുതി വെച്ചത്, ആമേൻ, കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന്. ശിമയോൻ ആകെ ആശങ്കയായി, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. തമ്പുരാൻ പറഞ്ഞു, എന്നാ പിന്നെ അത് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഒരു മനുഷ്യന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് ഇന്നും അന്നും ദൈവം നിയമിച്ചത് 120 സംവത്സരമാണ്. പക്ഷെ പാവപ്പെട്ടവൻ 3 മനുഷ്യന്റെ ആയുസ് ജീവിച്ചിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ആ ദൈവത്തിന്റെ വചനത്തെ അങ്ങനെ തന്നെ താൻ സ്വീകരിക്കുവാൻ അതിനകത്ത് കാണിച്ച നിർമ്മലത. എൻ്റെ സഹോദരങ്ങളെ, ദൈവരാജ്യത്തെ ശിശുവെന്ന പോലെ കൈക്കൊള്ളാത്തവർ ആർക്കും അതിനെ അവകാശമാക്കുവാൻ കഴിയുകയില്ല.
ആമേൻ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ വാക്കായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ടോ, ഈ സ്ക്രൈബിനകത്തുനിന്ന്, ശാസ്ത്രിമാരിൽ നിന്ന് 99% കർത്താവിനെതിരായി നിൽക്കുമ്പോൾ ഒരു ഒറ്റ ശാസ്ത്രീയ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാമോ? ആമേൻ. ഈ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് നാഥനെ വാഴ്ത്തുവാൻ തക്ക വേണം. അതുകൊണ്ടാ ആ മനുഷ്യൻ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഇപ്പോൾ നാഥ സമാധാനത്തോടെ നീ എന്നെ അങ്ങ് വിട്ടയക്കുവാണ്. കാരണം 120 കഴിഞ്ഞ് 200 കഴിഞ്ഞു 300 കഴിഞ്ഞോ, 360 ആയിട്ടും ആളിനെ ശവക്കുഴിയിലോട്ട് വിടുന്നില്ല. കാര്യം കയ്യും വേദന എടുത്ത് കർത്താവെ എന്ന് തീരും എൻ്റെ കഷ്ടം ഈ ഉലാകിലെ എന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹത്തെ വിടുന്നില്ല. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞില്ലയോ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കത്തില്ലെന്ന്, എന്നാ പിന്നെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ശിമയോനെ പിടിച്ചവിടെ നിർത്തി. അവസാനം യേശുവിനെ കണ്ടപ്പം പറയാം, നാദാ ഇപ്പോഴാ ഒരു സമാധാനമായത്, ഇനി ഞാൻ അങ്ങ് മരിക്കുമല്ലോ കർത്താവേ, ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ശിമയോൻ ആലയത്തിൽ നിന്ന് മടങ്ങി പോവുകയാണ്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ ആമേൻ സാക്ഷാലാകുന്നത് പോലെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊട്ടനെ പോലെ ദൈവത്തിന്റെ വചനത്തെ കൈക്കൊള്ളാൻ, ഒരു ഭോഷനെ പോലെ, ഒരു ശിശുവിനെ പോലെ ദൈവത്തിന്റെ വചനം അത് എന്താകുന്നു അങ്ങനെ പിടിച്ചെടുക്കാൻ ഒരു കൃപയുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഞാനൊന്ന് പറയട്ടെ, ഇറ്റ് ഈസ് നോട്ട് ടു ബി ഇന്റർപ്രിറ്റഡ്. ഇത് ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കേണ്ടതല്ല, അത് അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടതാണ്? അനുഭവിക്കേണ്ടതാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ അവർക്ക് മന്ന കൊടുത്തു. കിട്ടിയ ഉടനെ അവരെന്തോ ചെയ്തെന്നറിയാമോ? അത് വാരി അതുപോലെ കഴിച്ചിട്ട് പറഞ്ഞു, തേൻ കൂട്ടിയ ദോശ പോലെ മധുരമാണെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അവരതിനെ അവസാനത്തിലേക്ക് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവരത് എന്ത് ചെയ്തെന്നറിയാമോ? ഇതിനെ വാരിയിട്ട് ഒരലിലിട്ട് പൊടിച്ച് ദൈവം നൽകിയ ഷേപ്പ് മാറ്റി, ദൈവം നൽകിയ സ്ട്രക്ചർ മാറ്റി, അവരതിനെ വേറെ ഒരു രീതിയിലാക്കിയിട്ട് അവരതിനെ മാറ്റി തിന്നുവാൻ തുടങ്ങി. ഇന്ന് വാസ്തവത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ പെന്തക്കോസുകാർക്ക് പറ്റിപ്പോയ പ്രശ്നം ഇതാണ്, മന്നയായിട്ട് തിന്നാൻ കഴിയുന്നില്ല. പകരം മന്നയെ ഇടിച്ച് പൊടിച്ച് നമുക്കിഷ്ടമുള്ള പരുവത്തിലാക്കി നമ്മളതിനെ വ്യാഖ്യാനിച്ച് അതിനെ എത്രത്തോളം ലഘൂകരിക്കാമോ അങ്ങനെ ലഘൂകരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്താട്ടെ, ഇതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നോ അത് അങ്ങനെ തന്നെ ഞാൻ സ്വീകരിക്കാം. ഇതിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നോ അത് അങ്ങനെ തന്നെ ഞാൻ കൈക്കൊള്ളൂ. ഒരു ഭോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ, കന്യക ഗർഭിണിയാകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു മനോബോധത്തിലേക്ക് നമുക്ക് കയറി വരാം. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. 1 പാപത്തിന്റെ ശക്തി, 2 വ്യാജത്തിന്റെ ശക്തി, 3 തേളിന്റെ ശക്തി, 4 വീണുപോയ സാത്താന്റെ ശക്തി, 5 രാഷ്ട്രീയത്തിന്റെ ശക്തി, 6 മനുഷ്യന്റെ ശക്തി. എന്നാൽ ഈ 6 ശക്തികൾക്കും അപ്പുറമായി ദൈവത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ കയറുന്നതിനെയാണ് നമ്മൾ അവസാനം ഒന്ന് തൊട്ടു നിർത്തിയത്. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും എതിരുമായി പല പവറുകൾ, പല ശക്തികൾ എതിർത്തേക്കാം, പല ശക്തികൾ എനിക്കും നിങ്ങൾക്കും എതിരെ എഴുന്നേറ്റേക്കാം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വാചകം എന്താണെന്ന് അറിയാമോ? കർത്താവേ, ശത്രു ശക്തനാണ്, വല്ലാത്ത ശക്തിയാണ് എനിക്കെതിരെ പോരാടുന്നത്. ഇന്നലെ രാത്രി ഒരു വലിയ ശക്തി എനിക്കെതിരെ നിന്നു. ഇതല്ല നമ്മുടെ പ്രാർത്ഥനയിൽ വരേണ്ടത്. രാജ്യവും ശക്തിയും മഹത്വവും എൻ്റെ ദൈവത്തിനുള്ളതാണ്. The kingdom belongs to God, the power belongs to God, and the majesty, the glory belongs to God. അത് ഒരു മനുഷ്യന്റെ കയ്യിലല്ല, അതൊരു പിശാചിന്റെയും കയ്യിലല്ല, അതൊരു ദേശാധിപതിയുടെയും കയ്യിലല്ല, അതെന്റെ ദൈവത്തിന്റെ കയ്യിലാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളുടെ ഡിക്ലറേഷൻ ആകരുത്, പകരം ദൈവത്തിന്റെ അതോറിറ്റിയുടെ ഡിക്ലറേഷൻ ആകണം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രശ്നങ്ങളുടെ ഡിക്ലറേഷൻ ആകരുത്, പകരം ദൈവത്തിന്റെ അതോറിറ്റിയുടെ ഡിക്ലറേഷൻ ആയിരിക്കണം.
യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നാൽ 7 ഡിക്ലറേഷനുകളാണ് യേശു കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ അവിടെ ദൈവം ആരാണ്? പിതാവാണ്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആരെയാണ് വിശുദ്ധീകരണം കഴിക്കുന്നത്? അതൊരു പുരോഹിതനെയാണ് വിശുദ്ധീകരണം കഴിക്കുന്നത്, കരപൂരണം ചെയ്യുന്നത്. അപ്പൊ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ ദൈവമേ നീ ഞങ്ങളുടെ പുരോഹിതനാണ്. അടുത്തതായി പറയുകയാണ്, നിന്റെ രാജ്യം വരണമേ. ആർക്കാണ് രാജ്യമുള്ളത്? രാജാവിനാണ് രാജ്യമുള്ളത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയിൽ മൂന്നാമത് എന്താണ് കൺഫസ് ചെയ്യുന്നത്? യു ആർ ദ കിങ് ഓഫ് കിങ്സ്. അടുത്തതായിട്ട് പറയുകയാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ യജമാനന്, ഞങ്ങൾ നിന്റെ ദാസന്മാരുമാണ്. അടുത്തതായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് അന്നുള്ള ആവശ്യമുള്ള ആഹാരത്തെ തരണമേ. യു ആർ പ്രൊവൈഡർ. ഞങ്ങൾക്ക് ആഹാരമില്ലെന്നാണോ അവിടെ പ്രാർത്ഥിക്കുന്നത്? അല്ല, നീ ഞങ്ങൾക്ക് ആഹാരം തരുന്നവനാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ യു ആർ അവർ പ്രൊട്ടക്ടർ. ഞങ്ങൾക്ക് 1000 ശത്രുക്കളുണ്ടെന്നാണോ പ്രാർത്ഥനയിൽ പറഞ്ഞത്? അല്ല, നീ ഞങ്ങളുടെ സംരക്ഷകനാണ്. അടുത്തതായി പ്രാർത്ഥനയിൽ പറയുകയാണ്, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ. ആരാണ് ക്ഷമിക്കുന്നത്? ഒരു ന്യായസിംഹാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപനാണ് ക്ഷമിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ പിതാവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി യു ആർ മൈ ജഡ്ജ്. ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ ന്യായപാലനത്തെ അവിടെ ഏറ്റുപറയുകയാണ്. കണ്ടോ, പിതാവായിരിക്കുന്ന ദൈവ, പുരോഹിതനായിരിക്കുന്ന ദൈവ, രാജാവായിരിക്കുന്ന ദൈവ, സ്തോത്ര. അടുത്തതായി ആമേൻ, സമൃദ്ധിയായി ദാനം നൽകുന്ന ദൈവ, സംരക്ഷിക്കുന്ന ദൈവ, ന്യായാധിപനായി ഇരിക്കുന്ന ദൈവ. ഏറ്റവും ഒടുവിലായി പറയുകയാണ്, കർത്താവേ രാജ്യം വേറൊരുത്തന്റെ കയ്യിൽ പോയിട്ടില്ല. ആമേൻ, ശക്തി വേറൊരുത്തന്റെ കയ്യിൽ പോയിട്ടില്ല. മഹത്വം വേറൊരുത്തന്റെ കയ്യിൽ പോയിട്ടില്ല. അത് നിന്റെ കയ്യിലിരിക്കുകയാണ്. യേശു ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഐഹികമായി ഇസ്രായേലിന്റെ രാജ്യം ആരുടെ കയ്യിൽ ഇരിക്കുകയാണ്? റോമന്റെ കയ്യിലിരിക്കുകയാണ്. റോമൻ യെരൂശലേമിന്റെ തലസ്ഥാനത്തിൽ അധികാരം പിടിച്ച് പീലാത്തോസ് എന്ന ഗവർണറിനെ വെച്ച് ഭരണം നടത്തുമ്പോൾ ഇപ്പുറത്തിരുന്ന് യേശു പ്രാർത്ഥനയിൽ പഠിപ്പിക്കുകയാണ്, രാജ്യം പീലാത്തോസിന്റെ കയ്യിലല്ല, രാജ്യം റോമന്റെ കയ്യിലല്ല, രാജ്യം നിന്റെ കയ്യിലാണ്. അമേ, നിന്നെ വിട്ടയപ്പാനും പിടിപ്പാനും എനിക്ക് ശക്തിയുണ്ടെന്ന് പറയുന്ന റോമൻ ഗവൺമെന്റിന്റെ നോക്കി കർത്താവ് ഇപ്പുറത്ത് എന്ന് പറയുക, ശക്തി റോമന്റെ കയ്യിലല്ല, ശക്തി നിന്റെ കയ്യിലാണ്, മഹത്വം നിന്റെ കയ്യിലാണ്. അൽബര പ്രവാചക പാർത്തോനിയ ബരശം പ്രവാനി. ഇന്ന് രാത്രി പ്രതികൂലത്തിന്റെ നടുവിൽ പിശാച് ശക്തനെന്ന് നീ പറയരുത്, പോരാട്ടം വലിയതെന്ന് നീ പറയരുത്, വെല്ലുവിളി വലിയതെന്ന് പറയരുത്. അതിനെക്കാട്ടിലും എനിക്കൊരു ദൈവമുണ്ട്, ഏതിനെക്കാട്ടിലും വലിയൊരു ദൈവം എനിക്കുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വന്ന് പ്രശ്നം വലിയതാണെന്ന് പറയുന്നവനല്ല വിശ്വാസി. പ്രശ്നത്തിന്റെ അടുക്കൽ ചെന്നിട്ട് എനിക്കൊരു ദൈവമുണ്ടെന്ന് പറ. നിങ്ങളുടെ അധരങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നതിനെക്കാട്ടിലോ നിങ്ങളുടെ അധരങ്ങളിൽ ദൈവം നിറയട്ടെ. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് എനിക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് പറയരുത്. പകരം പ്രശ്നങ്ങളുടെ അടുക്കൽ ചെന്ന് എനിക്കൊരു വലിയ ദൈവമുണ്ടെന്ന് പറ. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എവിടെ മാറുന്നോ അവിടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങുക. സ്തോത്ര. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്ര, ഈ ശക്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ശക്തിയാണ് ധ്യാനിച്ചു വരുന്നത്. എന്നാൽ ഈ ശക്തിയിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്ര, 2 വിധമായ ശക്തിയെ നമുക്ക് കാണുവാൻ കഴിയാം. അതിൽ ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തമായിരിക്കുന്ന ഓൺ സ്ട്രെങ്ത് ആണ്. എന്നാൽ രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് അത് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന ഒരു എക്സ്റ്റേണൽ ശക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവായ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പക്കലാണ് ശക്തിയുള്ളതെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടാതിരിക്കുന്നത്? അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കണ്ടത്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് രാവിലെ അവസാനിപ്പിച്ച ഭാഗം ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ ശക്തി ഒരു പൊട്ടൻഷ്യൽ എനർജിയായി, വെളിപ്പാട് 12:10, ദൈവത്തിന്റെ ശക്തി ഒരു പൊട്ടൻഷ്യൽ പവറായി നമ്മളുടെ അകത്തിരിക്കുന്നിടത്തോളം ശത്രു പ്രബലനായിരിക്കുക. എന്നാൽ എന്നീ ദൈവശക്തി ഒരു കൈനറ്റിക് എനർജിയായി
നിങ്ങൾ മാറ്റുവാൻ തുടങ്ങുന്നോ, എന്നീ ശക്തിയെ നിങ്ങൾ വ്യാപാരം ചെയ്യാൻ തുടങ്ങുന്നോ, എന്നീ ശക്തിയെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നോ, അന്ന് തുടങ്ങി പിശാച് പുറന്തള്ളപ്പെടുന്നത് കാണുവാൻ കഴിയുക. അൽ ഖട്ടർമന പ്രവാചി അത്തരാജര അർത്തല ഖട്ടരം പ്രവാചര ഹർത്തനാദിയ. നമ്മുടെ ഇടയില് ചിലരൊക്കെ വണ്ടി ഒരു 10 വർഷമൊക്കെ ഒരു വണ്ടി കൊണ്ട് നടക്കുക. എന്നിട്ട് ആ വണ്ടി വിൽക്കാറാകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നേ വരെ ഞാൻ ഈ വണ്ടി 40 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ ഓടിച്ചിട്ടേയില്ല. 40 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ ഓടിച്ചിട്ടേ ഇല്ലെങ്കിൽ എൻ്റെ പൊന്നച്ചായ ഒരു 800 cc കാർ നിങ്ങൾ മേടിച്ചിട്ടാ പോലായിരുന്നോ? 2500 cc ടർബോ എഞ്ചിൻ CVT ഏറ്റിയ ഏറ്റവും വലിയ പവർഫുൾ എഞ്ചിൻ അതിനകത്ത് മേടിച്ച് വീട്ടിലിട്ടിട്ട് പറയുക, ഇന്നേ വരെ ഞാൻ 40 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോയിട്ടേ ഇല്ല. നിന്റെ വണ്ടിക്കകത്തിട്ടിരിക്കുന്ന 2500 cc 2.5 ലിറ്ററിന്റെ ടർബോ എഞ്ചിൻ 40 കിലോമീറ്ററിൽ ഒതുങ്ങാനല്ല, പ്രതിസന്ധികളുടെ നടുവ് 110 160 പായാല. ഇന്ന് അനേക ദൈവമക്കൾക്കും പറ്റിപ്പോയത് അകത്ത് കിടക്കുന്നത് 2.5 ടർബോയാ, പക്ഷെ 40 ഓടത്തുള്ളൂ. ഇന്ന് രാത്രി നിന്റെ പേഴ്സ്പെക്റ്റീവ് മാറിയാൽ, നിന്റെ ചിന്ത മാറിയാൽ, നിന്റെ നിരൂപണം മാറിയാൽ, നിന്റെ നിലവാരം മാറും. സ്തോത്രം, സ്തോത്രം, ആമേൻ. ചിലര് പറയും, ഞാൻ ഇന്നേ വരെ ഈ ത്രോട്ടിലൊന്ന് ഇതിനിപ്പുറം ഇങ്ങോട്ട് പിടിച്ചിട്ടേ ഇല്ല. ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് 10 വർഷം ഉപയോഗിച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. നീ കൊണ്ടുപോയി നന്നായിട്ട് ഉപയോഗിച്ചോ. ഞാൻ മേടിച്ച് വീട്ടിലിട്ട് എല്ലാ ദിവസവും തൂത്തു ഉടച്ചിട്ടേ ഉള്ളൂ. ഞാൻ തൂത്തു ഉടയ്ക്കും, നീ ഉപയോഗിച്ചോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, തൂത്തു തുടയ്ക്കാൻ മാത്രമല്ല ഉപയോഗിക്കാനും കൂടെ ദൈവം നിനക്ക് അധികാരവും അഭിഷേകവും ശക്തി നൽകിയിരിക്കുന്നത്. ആമേൻ. Unleash the power in you. നിന്റെ അകത്ത് കിടക്കുന്ന ശക്തിയെ പുറത്തിറക്കാം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരുമെന്നല്ല പറഞ്ഞത്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒരു നനവ് വരുമെന്നല്ല പറഞ്ഞത്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ ഉറവകൾ അത് ഒഴുകാൻ തുടങ്ങും. ഒരു ഉറവ ഒഴുകിയാൽ ഒരു വില്ലേജ് അല്ല, ഒരു സ്റ്റേറ്റ് അല്ല, അത് രാജ്യങ്ങളെ മറികടക്കാം, അത് സമുദ്രം വരെയോ. വിശ്വസിക്കുന്നവന് വേണ്ടി, പഴയ നിയമത്തിൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി നീരുറവ എന്ത് ചെയ്യുകയായിരുന്നോ? എവിടെയെങ്കിലും ദൈവം കാണിച്ചു കൊടുക്കുക. ഹാഗാറിൻ കരച്ചിൽ കേട്ട്, ഹാഗാറിൻ പൈതലിൻ നിലവിളി കേട്ട് വെള്ളം കൊടുത്തവൻ എൻ്റെ ആത്മദാഹം തീർക്കുക. ആ കാലമൊക്കെ കഴിഞ്ഞെന്നേ. ശിംശോന് വേണ്ടി ലേഹിയിൽ ഒരു കുഴി തുറന്നോ, അവിടെ പോയി ഞാൻ കുടിച്ചോ. ആ കാലം കഴിഞ്ഞെന്നേ. പകരം കർത്താവ് പറഞ്ഞോ, വിശ്വസിക്കുന്നവന്റെ അകത്തു നിന്ന് നാദി പുറപ്പെടോ. നീ വല്ലവന്റെ കിണറ്റിൽ പോയി കുടിക്കുന്ന ല്ല, നിന്റെ അകത്തു നിന്ന് ഉറവകളെ ദൈവം പുറപ്പെടുവിക്കുക. അതാ പെന്തക്കോസ്, അതാ ദൈവവിശ്വാസം. സ്തോത്രം, സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, സ്തോത്രം. നമ്മളുടെ ശക്തിക്കപ്പുറമായി പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശക്തി കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമേ അല്ല. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സ്ഥലത്തേക്ക്, ഇന്ന് ഈവനിങ് സബ്ജക്റ്റിലേക്ക് കയറുകയാണ്. പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സുന്ദരൻ ഗോപുരവാതിൽക്കൽ അമ്മയുടെ ഗർഭം തുടങ്ങി മുടന്തനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അവനെ സൗഖ്യമാക്കുന്നു. ഇനി അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സമയം പോകുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ ആ പോയിന്റിനെ മാത്രം പറയുകയാണ്. 4-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ഭാഗം, ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, യോഹന്നാന്റെ അകത്ത്, പത്രോസിന്റെ അകത്ത് ഉള്ള ഒരു ശക്തിയല്ല, ആൻ എക്സ്റ്റേണൽ പവർ. വേറെ ഒരു ശക്തി കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു. വേറെ ഒരു ശക്തി കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു. ഇത് വേറെ ഒരു
ശക്തിയാണ്. ഇത് ഏത് ശക്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫിസിക്കൽ ബോഡിയിലോ ഇവരുടെ ലൈഫ് സ്റ്റൈലിലോ വെളിപ്പെടുവാൻ സാധ്യതയില്ലാത്ത വേറെ ഒരു ശക്തി അവർ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. ഏത് ശക്തി? അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ഒരു മിസ്റ്റീരിയസ് പവർ എന്റെയും നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. അവന്റെ ശക്തി വേറെ ഏതോ ഒരു ശക്തിയാണ്. അവന്റെ അകത്ത് കിടക്കുന്നത് വേറെ ഏതോ സംഗതിയാണ്. ഒരു മിസ്റ്റീരിയസ് പവർ. ഞാൻ അതിനെ അങ്ങനെ തന്നെ പറയാ, മിസ്റ്റീരിയസ് പവർ. ഒരു മാർമികമായിരിക്കുന്ന ശക്തി. മാർമികമായ ശക്തി. ഞാൻ അതിലേക്ക് കടന്നു വരാം. മാർമിക ശക്തിയിലേക്ക് കടന്നു വരാം. എങ്ങനെയാണ് ഈ എക്സ്റ്റേണൽ പവർ നമ്മളുടെ അകത്ത് കയറിക്കൂടുന്നത്? ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നമ്മളുടെ ശക്തിയല്ല, നമ്മളുടേതല്ലാത്ത ഒരു ശക്തി. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, നമ്മളുടെ ശക്തിയല്ല, നമ്മളുടേതല്ലാത്ത ഒരു ശക്തി നമ്മളോടുകൂടെ കാണപ്പെടേണ്ട. അതാണ് പത്രോസും യോഹന്നാനും ചെയ്തത്. പത്രോസ്, യോഹന്നാൻ, നിങ്ങൾ എങ്ങനെയാണ് ഇത് സൗഖ്യമാക്കിയതെന്നാണോ ചോദിച്ചത്? പത്രോസ് യോഹന്നാനും പ്രാർത്ഥിച്ചാണോ സൗഖ്യമാക്കിയത്? പ്രാർത്ഥിച്ചല്ല സൗഖ്യമാക്കിയത്. പകരം പറഞ്ഞോ, ഞങ്ങൾക്കുള്ളത് എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ നിനക്ക് തരികയാകുന്ന. അതാണ് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ തുടങ്ങുക. റിലീസ് ദ പവർ, അൺലീഷ് ദ പവർ. നിനക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്, നീ ഒരു വിടുതലായി മാറ്റപ്പെടുവാനാണ്. നിനക്കൊരു സൗഖ്യം കിട്ടുവാൻ വേണ്ടിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്, നിന്റെ അകത്തുനിന്ന് സൗഖ്യം പുറപ്പെടാനാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഹോളി സ്പിരിറ്റ്, 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ നിനക്ക് ഒരു ഉറവ കണ്ടെത്തുവാനല്ല നീ പ്രാർത്ഥിക്കേണ്ടത്, നീ ഒരു ഉറവയായി തീരുവാനാ പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ പേഴ്സ്പെക്റ്റീവ് മാറണം. എങ്കിലേ പെന്തക്കോസ്റ്റുമായിട്ട് കണക്ട് ആകത്തുള്ളൂ, എങ്കിലേ അന്ത്യകാല ശുശ്രൂഷ നിന്നിൽ സംഭവിക്കത്തുള്ളൂ. സ്തോത്രം. കണ്ടോ എന്റെ സഹോദരങ്ങൾ? അപ്പോൾ ചോദിക്കാം, എങ്ങനെയാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ്, അത് അനദർ ഫോഴ്സ്, ദ അതർ പവർ, അത് എങ്ങനെ നമ്മളിലേക്ക് കയറാം? അപ്പോസ്തല പ്രവൃത്തി 10:38. ഉറങ്ങുന്നവരൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോസ്തല പ്രവൃത്തി 10:38. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നിൽക്കട്ടെ. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ ഇവിടെ എന്തൊരു അഭിഷേകമാ പറയുന്നത്? ഒന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അടുത്തതായിട്ട് പറയുകയാണ് ശക്തിയാലും അഭിഷേകം. ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെടുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, are you anointed with the power? Are you anointed with the power? ശക്തിയുടെ അഭിഷേകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ശക്തിയുടെ അഭിഷേകം. ദൈവം യേശുവിനെ ആത്മാവിനാലും ശക്തിയാലും, by the spirit and the power, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തോ. ഇന്ന് സഭയുടെ ഒരു പ്രശ്നം, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നില്ല. ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെടണം. എന്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 4 തലത്തിലായിരുന്നു അഭിഷേകം ചെയ്യപ്പെടുന്നത്. ഒന്ന്, രാജാവിനെ അഭിഷേകം ചെയ്യുക. അതൊരു അതോറിറ്റിയാണ് അനോയിന്റ് ചെയ്യുമ്പോൾ നൽകുന്നത്. രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ എന്താ നൽകുന്നത്? ഒരു അതോറിറ്റിയാണ് നൽകുന്നത്. 2, പ്രീസ്റ്റിനെ അനോയിന്റ് ചെയ്യുക. പ്രീസ്റ്റിനെ അനോയിന്റ് ചെയ്യുമ്പോൾ എന്താ നൽകുന്നത്? ഒരു പൊസിഷനാണ് നൽകുന്നത്. പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഒരു പൊസിഷനാ. അതുകൊണ്ടാണ് എബ്രായർ 4 പറയുന്നത്, അഹരോനും ആ സ്ഥാനം സ്വതവേ എടുത്തതല്ല. ആമേൻ. അഭിഷേകം ഒരു സ്ഥാനത്തെ നൽകുന്നു. കണ്ടോ, അഭിഷേകം രാജാവാക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിഷേകം ഒരു അധികാരത്തെ നൽകുന്നു. അഭിഷേകം പുരോഹിതനാക്കുന്നുവെന്ന് പറഞ്ഞാൽ അഭിഷേകം ഒരു പദവിയെ നൽകുന്നു. 3-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്ര, ശിംശോന്റെ മേൽ ഒക്കെ പകരപ്പെട്ട അഭിഷേകം എന്ന് പറഞ്ഞാൽ ശക്തിയായിരുന്നു പകരപ്പെട്ടത്. ഞാൻ അതിലേക്ക് സാവകാശം കടന്നു വരാം. ആകയാൽ ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു. 4-മതായി, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ ഒരു നിയോഗമായിരുന്നു അവരുടെ മേൽ നൽകപ്പെടുന്നത്. കണ്ടോ, അഭിഷേകത്തിനകത്തൂടെ 1, ഒരു അധികാരം കൈമാറണം. അഭിഷേകത്തിനകത്തൂടെ 2, ഒരു പദവി കൈമാറണം. അഭിഷേകത്തിനകത്തൂടെ 3, ഒരു ശക്തി കൈമാറണം. അഭിഷേകത്തിനകത്തൂടെ 4, ഒരു
നിയോഗ, ഒരു ശുശ്രൂഷ കൈമാറണം. ഇത് നാലും കിട്ടുമ്പോഴാണ് ഒരു പുതിയ നിയമ ദൈവവിശ്വാസി അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, പരിശുദ്ധാത്മാവിന്റെ നൽവരമാകുന്ന അന്യഭാഷാ ഭാഷണത്തോടുകൂടെ നീ അന്യഭാഷകളിൽ സംസാരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞാൻ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ നിന്റെ മേലൊരു അതോറിറ്റി വീഴുകയാണ്, നിന്റെ മേലൊരു പൊസിഷൻ വീഴുകയാണ്, നിന്റെ മേലൊരു പവർ വീഴുകയാണ്, നിന്റെ മേലൊരു നിയോഗ, നിന്റെ മേലൊരു അപ്പോയിന്റ്മെന്റ് വീഴുകയാണ്. ഇന്ന് പകൽ അഭിഷേകം പ്രാപിച്ച ദൈവജനത്തിന്റെ അടുക്കൽ ഞാൻ ചോദിക്കുന്നു, where is the power, where is the appointment, where is the authority, where is the position? Salbara Pravajaga Barthania, Alcatol Banasia Pravelia, Ralcatergana Pravesia Tardana Saledera, Rigara Pravaria, Rasa Pravalia, Arthala Kadaga Pravasia, Larcatania, Parishuddhatmavinala, Shaktiyalim Abhishekam ചെയ്യപ്പെട്ടോ. അഭിഷേകത്തിൽ അവിടെ പറയുകയാണ്, ഞാൻ 4 കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാ. രാജാവിനെ അഭിഷേകം ചെയ്താൽ അധികാരം കിട്ടും, പുരോഹിതനെ അഭിഷേകം ചെയ്താൽ പദവി കിട്ടും, ആമേ, ന്യായാധിപനെ അഭിഷേകം ചെയ്താൽ ശക്തി കിട്ടും, സ്തോത്ര, പ്രവാചകനെ അഭിഷേകം ചെയ്താൽ നിയോഗം, ശുശ്രൂഷ കിട്ടും. ആമേ, ഇന്ന് പകൽക്കാലം ദൈവജനം, ഇന്ന് രാത്രി ദൈവജനം ഒരു അഭിഷേകത്തിന്റെ തിരിച്ചറിവിലേക്ക് കയറി വരട്ടെ. സ്തോത്ര. എന്റെ സഹോദരങ്ങളെ, ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെട്ടോ. യേശുവിനെ ശക്തിയാൽ അഭിഷേകം ചെയ്തോ, യേശുവിനെ ശക്തിയാൽ അഭിഷേകം ചെയ്തോ. ഞാനൊരു വേദഭാഗം നിങ്ങളെ കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. ലൂക്കോസ് 5:17. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം വരുന്നു, വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനോ തങ്ങളുടെ സൗഖ്യത്തിനും ആമേൻ കൂടി വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. അടുത്ത വാക്യം, ആ 5:17 അവസാനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവനിലുണ്ടായിരുന്നു എന്നാണോ പറഞ്ഞത്? നിങ്ങളെ 1000 പ്രാവശ്യം ഈ വാക്യം വായിച്ചിട്ടില്ലേ? The power of God was with him. ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. യേശുവിന്റെ കൂടെ ഇങ്ങനെ ദൈവത്തിന്റെ ശക്തി എന്ത് ചെയ്യുകയായിരുന്നു? ഇങ്ങനെ കൂടെ നിൽക്കുകയായിരുന്നു. അകത്തുണ്ടായിരുന്നുവെന്നല്ല പറഞ്ഞത്. ആമേൻ. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, കമ്പാസ്ഡ് വിത്ത് ദ പവർ ഓഫ് ഗോഡ്, കണക്ട് വിത്ത് ദ പവർ ഓഫ് ഗോഡ് ആസ് ദ കമ്പാനിയൻഷിപ്പ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമായിട്ട്, ദൈവത്തിന്റെ ശക്തിയുമായിട്ട് ഒരു ദൈവ പൈതലിന് എന്തോ ഉണ്ടാകണം? ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു കൂട്ടുകെട്ടുണ്ടാകണം. ദൈവത്തിന്റെ ശക്തി എന്നോട് കൂടെയുണ്ട്, ദൈവത്തിന്റെ ശക്തി എന്നോട് കൂടെയുണ്ട്. സൗഖ്യമാക്കുവാൻ ദൈവശക്തി ഉണ്ടായിരുന്നെന്നല്ല പറഞ്ഞത്, ദൈവശക്തി അവനോട്. ആൻഡ് ദ പവർ ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഹിയർ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ദൈവശക്തിയോട് കൂടെ, ദൈവശക്തിയെ കൂടെ വഹിക്കുന്നവരായി, ആമേൻ, അങ്ങനെ ഇറങ്ങി പോകുവാൻ ഇടവരട്ടെ. ആമേൻ. അപ്പോൾ ആമേൻ, എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരണം. ഇതൊരു ഇമോഷനാലിറ്റി അല്ല, ഇത് നമ്മുടെ ക്യാരക്ടർ അല്ല, അതിലപ്പുറമായി ദൈവം ഇമ്പാർട്ട് ചെയ്യുന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ ഞാൻ കാണിച്ചു തരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ. ഇത് ഗിദെയോന്റെ നേച്ചറാണ്, ഇത് ഗിദെയോന്റെ സ്വഭാവമാണ്. മൈറ്റി മാൻ ഓഫ് വാല്യൂർ, അത് അദ്ദേഹത്തിന്റെ പ്രകൃതമാണ്, അത് അദ്ദേഹത്തിന്റെ ഇമോഷണൽ സ്റ്റാറ്റസ് ആണ്. എല്ലാ വിധയോ, എല്ലാ കോതമ്പോ ശത്രു കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് മുന്തിരിച്ചക്കിനരികെ കൊണ്ടുവെച്ച് മെതിക്കുന്ന ആ ബുദ്ധി, അത് കണ്ടിട്ട് പറയുക, ഇവൻ ജന്മനാഹാരാണ്, ഇവന്റെ മേലൊരു പരാക്രമശാലിയുണ്ട്, അത് അവന്റെ ക്യാരക്ടറാണ്. പക്ഷേ അടുത്ത ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ യഹോവ അവനെ നോക്കി. യഹോവ അവനെ നോക്കി എന്നാണ് പറയുന്നത്. യഹോവ അവനെ നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ ഈ ബലത്തോടു കൂടി പോക. ഇത് എന്താണ് സംഗതി എന്ന്
എന്നറിയണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 3-ാം അധ്യായം 4-ാം വാക്യം, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇവരുടെ നോട്ടത്തിൽ കൂടെ ഒരു പവർ ഇമ്പാർട്ടേഷൻ നടക്കുകയാണ്. പത്രോസും യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ഇവര് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുകയാണ്? കണ്ണുകൾ കൊണ്ട് ഒരു പവർ ഇമ്പാർട്ടേഷൻ നടത്തുകയാണ്. ഇതുപോലെ യഹോവ ഗിദെയോനെ ഉറ്റുനോക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് ഒരു പവർ ഇമ്പാർട്ടേഷൻ നടക്കുകയാണ്. ആ പവർ ഗിദെയോന്റെ അകത്തേക്ക് കയറിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ നോക്കിയില്ലേ, ഞാൻ നിന്നെ നോക്കിയില്ലേ, ഞാൻ നിന്നെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? എങ്കിൽ നിന്നൊരു ശക്തി നിന്റെ അകത്തേക്ക് കയറി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങിയിട്ടുണ്ട്. യെസ്, യഹോവ അവനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പവർ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. യഹോവ അവനെ നോക്കിയിട്ട് പറയാ, ഈ ശക്തിയോടുകൂടി പോക എന്ന് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശക്തി എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ ശക്തി ട്രാൻസ്മിറ്റ് ചെയ്യുക. സ്തോത്ര. നിഴലിനകത്ത് ദൈവത്തിന്റെ ശക്തി ട്രാൻസ്മിറ്റ് ചെയ്തില്ലേ? ആമേ. ഭക്തന്മാര് വെയിൽ കൊള്ളാതെ കൊണ്ടു നടന്ന ഉത്തരീയത്തിനകത്ത്, റൂമാലിനകത്ത് ദൈവത്തിന്റെ ശക്തി ട്രാൻസ്മിറ്റ് ചെയ്തില്ലേ? ചില മാസങ്ങൾക്ക് മുൻപേ ഞാൻ രാത്രികളിൽ പ്രാർത്ഥിച്ച്, ചില നാളുകൾക്ക് മുമ്പേ ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ് എന്റെ അടുക്കൽ ഒരു വാക്ക് പറഞ്ഞു, നിന്റെ ശബ്ദത്തിൽ മാത്രമല്ല നിന്റെ ശ്വാസത്തിൽ പോലും എന്റെ ശക്തിയെ ഞാൻ പകരുമെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നിന്റെ ശബ്ദത്തിലല്ല, നിന്റെ ശ്വാസത്തിൽ ഞാൻ ശക്തിയെ പകരുമെന്ന് പറഞ്ഞു. ഞാൻ അതിനെ കേട്ടു. എന്റെ മനസ്സിനകത്ത് ഇത് മനസ്സിലാകുന്നേ ഇല്ല. ആമേൻ. അതിനുശേഷം അതിന്റെ പിറ്റേ ആഴ്ചകളിൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ മിഷന് പോയിരിക്കുകയായിരുന്നു. നോർത്ത് ഇന്ത്യൻ മിഷനിൽ ഒരു വല്ലാത്ത ദുരാത്മാവ് ഭയങ്കരമായി പോരടിക്കുകയാണ്. ഒരു ക്രൂസൈഡിന്റെ അവസാനം ഒരു പിശാചിളകി. ക്രൂസൈഡ് കഴിഞ്ഞ് ജനം മുഴുവൻ പോയി. എങ്കിലും ആ പിശാച് അവിടെ കിടന്ന് പുടയ്ക്കുകയാണ്. എനിക്കതിനെ വിട്ടിട്ട് പോരാനും മനസ്സില്ല. ഞാനതിനെ അവസാനം ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ നന്നേ ക്ഷീണിച്ചു. ഞാൻ അവിടെ നിന്ന് ആ ദുരാത്മാവ് പിടിച്ച സ്ത്രീ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അവിടെ ഇങ്ങനെ ക്ഷീണിച്ച് നിന്നിട്ട് ഒന്നും അറിയാതെ ഞാൻ എന്റെ ക്ഷീണം കൊണ്ട് വെറുതെ ഊരി വിട്ടതാ. ഞാൻ അവിടെ തിരിച്ചറിഞ്ഞു എന്റെ ശ്വാസത്തിൽ കൂടെ പവർ ട്രാൻസ്മിറ്റ് ആവുന്നത്. അത്ര സമയങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചതിനെക്കാട്ടിലും പ്രബലമായി എന്റെ ശ്വാസം ചെന്ന് അടിക്കുമ്പോൾ ഒരു തീ ചെന്ന് അടിക്കുന്നത് പോലെ ഇത് പൊളയാൻ തുടങ്ങുന്നത് കണ്ടോ? ഇത് സർപ്പശക്തികളോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ആടാൻ തുടങ്ങുന്നത് കണ്ടോ? അർത്ഥന പ്രവാചിയ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ശ്വാസത്തിൽ കൂടെ പോലെ ദൈവത്തിന്റെ ശക്തിയെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. അബ്രഹാമേ, നീ ഒന്ന് നോക്ക്, നിന്റെ കണ്ണ് ചെന്ന് വധിക്കുന്നിടത്ത് എന്റെ ദൂതം വന്ന് കുത്തിയടിക്കുമെന്ന്. നിന്റെ കണ്ണ് ചെന്ന് വധിക്കുന്നിടത്ത് എന്റെ ദൂതം വന്ന് നിന്റെ അതിരിന്റെ കുറ്റി അടിച്ചിട്ട് പോകുമെന്ന്. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഒന്ന് ഉറ്റുനോക്കുന്ന മാത്രയിൽ അവന്റെ ബലഹീനതയുടെ കെട്ടഴിഞ്ഞ, അമ്മയുടെ ഉദരം തുടങ്ങി ബന്ധിക്കപ്പെട്ട കെട്ടഴിഞ്ഞ ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് എന്റെ സൈറ്റിനകത്ത് പോലും ദൈവകൃപയുണ്ട്, എന്റെ വിഷനകത്ത് പോലും ദൈവകൃപയുണ്ട്. അതുകൊണ്ട് ദൈവജനം തങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നിന്റെ കണ്ണുകൾ വ്യർത്ഥകാര്യത്തിന് വിട്ടുകൊടുക്കരുത്. നിന്റെ കണ്ണ് ദൈവത്തിന്റെ ശക്തി പായിക്കേണ്ടതാ. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുമ്പോൾ പറയുകയാണ്, അവന്റെ കണ്ണുകളിൽ നിന്ന് ഇതാ അഗ്നിജ്വാല പുറപ്പെടുന്നു. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഒരു ദൈവ പൈതലിൽ വ്യാപരിക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തീ പുറപ്പെടും. നീ ഭൂതങ്ങളെ നോക്കോ, പിശാചുക്കൾ വിട്ടുപോകോ. നീ രോഗികളെ നോക്കോ, പിശാചുക്കൾ വിട്ടുപോകും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ശ്വാസത്തിൽ കൂടെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തി റിലീസ് ചെയ്യപ്പെടത്തില്ലേ? നിങ്ങളുടെ ശ്വാസത്തിൽ കൂടെ പവർ റിലീസ് ചെയ്യപ്പെടത്തില്ലേ? നിങ്ങളുടെ നിഴലുകളിൽ കൂടെ പവർ റിലീസ് ചെയ്യപ്പെടത്തില്ലേ? പ്രഭാനി, എണ്ണയിൽ കൂടെ മാത്രമേ വെള്ളം ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കത്തുള്ളൂ. എന്താ തൂവാലയെടുത്ത് ഒരുത്തിന് മേളിട്ട ഭൂതം പേടിക്കത്തില്ലേ? എന്താ നീ ഒന്ന് ഊതിയാൽ നിന്റെ ശ്വാസം അടിക്കുമ്പോ പിശാച് പേടിക്കത്തില്ലേ? നീ ഇപ്പുറത്ത് നിന്ന് ഒരു വാക്ക് സംസാരിക്കുമ്പോൾ പിശാച് പേടിക്കത്തില്ലേ? നിന്റെ കണ്ണുകളിൽ കൂടെ ഒരു പവർ ട്രാൻസ്മിഷൻ.
ഞാനിത് ആരംഭത്തിലെ പറഞ്ഞ ബുദ്ധിയുടെ അളവുകോല് വെച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനെ അളക്കാൻ കഴിയത്തില്ല. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹം, ഹോളി സ്പിരിറ്റ്, സകല ബുദ്ധിയെയും കവിയുന്നതായിട്ടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. യഹോവ അവനെ നോക്കി. ആദ്യം ഇറങ്ങി വന്നതാരാ? ദൂതനായി ഇറങ്ങി വന്നത്. പക്ഷെ ഇപ്പൊ ദൂതന്റെ കണ്ണുകളിൽ കൂടെ ഗിദെയോനെ നോക്കുന്നതാരാ? യഹോവ. ദൂതന്റെ കണ്ണുകളിൽ കൂടെ യഹോവ ഗിദെയോനെ നോക്കിയെങ്കിൽ ഇന്ന് രാത്രി പറയും, എന്റെ കണ്ണുകളിൽ കൂടെ ദൈവം ചിലരെ കാണാൻ പോവുകയാണ്. എന്നിട്ട് ഗിദെയോന്റെ അടുക്കൽ പറയുകയാണ്, ഈ ബലത്തോടുകൂടെ പോകാൻ അതിന്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ ബലത്തോടെ പോക, ഈ ശക്തിയോടുകൂടെ പോക. ക്യാരി ദ ഗ്ലോറി, ക്യാരി ദ പവർ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നീ ദൈവത്തിന്റെ ശക്തിയെ വഹിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് സംഗതികളെ ചലിപ്പിക്കാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ആമേൻ. ഒരു കൊച്ചു ബാറ്ററി, ആ ബാറ്ററിക്കകത്ത് കരണ്ട്, ആ ബാറ്ററി കരണ്ടിനെ വഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബാറ്ററി നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ബാറ്ററിക്കകത്ത് കരണ്ട് കയറാൻ തുടങ്ങിയാൽ, കരണ്ട് വഹിക്കാൻ തുടങ്ങിയാൽ ആ ബാറ്ററി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാരാ? ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് അവന്റെ ഘടികാരമാണ്. ഈ ഘടികാരത്തെ കൺട്രോൾ ചെയ്യുന്നതാരാ? ഇത്രയുള്ള ഒരു ബാറ്ററിയാ. ആ ബാറ്ററിയുടെ എന്തോ ഗുണം കൊണ്ടാ ഈ ഘടികാരം ചലിക്കുന്നത്. ആ ബാറ്ററിക്ക് അകത്ത് കിടക്കുന്ന എനർജി, പവർ, ശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, ഈ ക്ലോക്ക് അനുസരിച്ചാണ് ഇന്നിവിടെ ഇരിക്കുന്ന ഇത്രയും പേരോ നമ്മുടെ മൈൻഡ്, നമ്മുടെ ചിന്ത, നമ്മുടെ കോൺസെൻട്രേഷൻ, ഇത് മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ ഒരു ഘടികാരമാണ്. അതിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഈ ഘടികാരത്തെ നിയന്ത്രിക്കുന്നത് അതിനകത്തിരിക്കുന്ന ഇത്ര നീളമുള്ള ഒരു ബാറ്ററി അല്ല, ആ ബാറ്ററിക്കകത്ത് കിടക്കുന്ന പവറാണെങ്കിൽ, അതിനകത്ത് കിടക്കുന്ന ശക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞാട്ടെ, ഇത്രയുള്ള ഒരു ബാറ്ററി കൊണ്ട് ഈ ഒരു സമൂഹത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഘടികാരത്തിൽ കൂടെ കഴിയുമെങ്കിൽ, നിന്റെ അകത്ത് കിടക്കുന്ന പവർ നീ ഒന്ന് കൈനറ്റിക് ചെയ്യാൻ തുടങ്ങിയ, നീ ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ബാറ്ററിയുടെ കളറിനകത്തല്ല കാര്യം. ബാറ്ററിയുടെ നിറത്തിനകത്തല്ല കാര്യ, ബാറ്ററിയുടെ സൗന്ദര്യത്തിനകത്തല്ല കാര്യ, ബാറ്ററിക്കകത്ത് കിടക്കുന്ന പവറിനകത്താണ്. എത്ര മനോഹരമായ കളറടിച്ച ബാറ്ററി ആണെങ്കിൽ അകത്ത് ചാർജ് പോയി കഴിഞ്ഞാൽ, അകത്ത് പവർ പോയി കഴിഞ്ഞാൽ പിള്ളേർ ഉരുട്ടിക്കളിക്കത്തേ ഉള്ളൂ. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, നിന്റെ അകത്ത് ശക്തി ഉണ്ടെങ്കിൽ നീ ഇരിക്കേണ്ടിടത്തിരിക്കുക. നിന്റെ അകത്ത് ശക്തി ഇല്ലെങ്കിൽ നിന്നെ മനുഷ്യൻ ഉരുട്ടിക്കളിക്കുക. ഇന്ന് രാത്രി റിസീവ് ദ പവർ, റിസീവ് ദ പവർ. ഞാൻ എന്റെ കൊച്ചു ബുദ്ധിക്കാത്തൊരു കാര്യം പറയാം കേട്ടോ, വേണമെങ്കിൽ പരിഹസിക്കാം. ലോകത്തിൽ ആദ്യം ബാറ്ററി കൊണ്ട് ഓടിയ മെഷീൻ ഏതാണെന്ന് അറിയാമോ? ഗിദെയോൻ എന്ന മെഷീനാ. കാരണം ഗിദെയോൻ ആരായിരുന്നെന്ന് അറിയാമോ? ഇടി കൊണ്ട് പൊടിഞ്ഞ് തൂത്തുവാരി എടുത്ത് കുഴച്ച് തീക്കകത്ത് ചുട്ട ഒരപ്പമായിരുന്നു, ഒരു യവത്തപ്പ. പക്ഷെ ഈ യവത്തപ്പത്തിനകത്തേക്ക് കരണ്ട് കയറിയപ്പോ ഈ യവത്തപ്പ ഉരുളാൻ തുടങ്ങി, ഈ യവത്തപ്പം കറങ്ങാൻ തുടങ്ങി. ഈ യവത്തപ്പ ഇങ്ങോട്ട് ഉരുണ്ട് വന്ന് മിദ്യാന്റെ കൂടാരത്തിൽ ഒരു ഇടിയിടിച്ചോ. അകത്ത് കിടക്കുന്ന ബാറ്ററിയുടെ പവറിൽ മിദ്യാന്റെ കൂടാരം മറിയപ്പെട്ടോ. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ എക്സ്റ്റേണൽ പവർ നിന്റെ അകത്തു കയറിയാൽ, ദൈവത്തിന്റെ എക്സ്റ്റേണൽ പവർ അകത്ത് കയറിയാൽ അപ്പൊ ഉരുളാൻ തുടങ്ങ. നീ ഉരുളാൻ തുടങ്ങിയ മിദ്യാന്റെ കൂടാരം മറിയാൻ തുടങ്ങ. ഇന്ന് രാത്രി ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നു. ബി ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ഗോഡ്.
carry the power of God. ദൈവശക്തിയെ വഹിക്കുക. ആമേൻ. ദൈവശക്തിയെ വഹിക്കുക. ആമേൻ. എങ്ങനെ ദൈവശക്തിയെ വഹിക്കാൻ കഴിയും? എങ്ങനെ ദൈവശക്തിയെ വഹിക്കുന്നതിന് മുമ്പേ ആദ്യം എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. എങ്ങനെ ദൈവശക്തി വ്യാപരിക്കും? ഞാൻ വേഗത്തിൽ തൊട്ട് പോകാം. എൻ്റെ സഹോദരങ്ങളെ, റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. സുവിശേഷം ദൈവശക്തിയായി മാറ്റപ്പെടും. സുവിശേഷം ദൈവശക്തിയായി മാറ്റപ്പെടും. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 1:18. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ദൈവശക്തിയാകുന്നു. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഒരു ചിന്തയുണ്ട്. ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? കരയണം. ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കരയുന്നതിനപ്പുറമായി ക്രൂശിന്റെ വചനം കേൾക്കുമ്പോൾ അകത്തുനിന്നൊരു പവർ കയറി വരണമെന്ന്. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെട്ട നമുക്കോ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഹോളി സ്പിരിറ്റ്. കാൽവറിയെ ഒരു ഹ്യൂമൻ സൈഡിൽ നിന്ന് കണ്ടാൽ, കാൽവറിയെ ഇമോഷണലി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കരയും. പക്ഷെ കാൽവറിയെ സ്പിരിച്വലി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഓ എടാ സാത്താനെ, വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വൈപ്പിച്ചടാ, പിശാചിന്റെ തല തകർന്നടാ. നമ്മൾ ഇമോഷണലി ആണോ കാൽവറി കാണുന്നേ? സ്പിരിച്വലി ആണോ കാൽവറി കാണുന്നത്? ലാർത്ഥന കഠാർത്ഥനാദിയ റോൽക സബപ്രവാനിയ റോലകഠാരിയ. ഇമോഷണലി കാൽവറിയെ കണ്ടു കഴിഞ്ഞാൽ മരത്തിന്മേൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇന്റലക്ച്വലി അറിവുകൊണ്ട് കാൽവറിയെ കണ്ടാൽ ശാപമാണ്. ആമേൻ. വൈകാരികമായി കാൽവറിയെ കണ്ടാൽ സങ്കടമാണ്. പക്ഷേ ആത്മാവിൽ കാൽവറിയെ കണ്ടാൽ അത് ജയമാണ്. ഒരേ വിഷയം. ന്യായപ്രമാണത്തിന്റെ അറിവുള്ളവൻ കാൽവറിയെ കണ്ടാൽ ശാപമാണ്. അറിവ് നിന്നെ കാൽവറി ശാപമെന്ന് പഠിപ്പിക്കുമ്പോൾ, സ്തോത്ര, ഇമോഷൻ നിന്നെ കാൽവറിയെ നോക്കി കരയാൻ പ്രേരിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതിയെ തിരിച്ചറിയുന്ന അഭിഷേകത്തിന്റെ ദർശനമുള്ളവൻ കാൽവറിയെ കാണുമ്പോൾ പറയാ, ഇത് ശാപമല്ല, ഇത് കരുണനീരല്ല, ഇതിനകത്തൊരു പവറുണ്ട്. അതുകൊണ്ടാ അപ്പോസ്തലൻ പറഞ്ഞത്, ഇതാ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. അവ പരസ്യമായി ശത്രുവിനെ എന്താക്കി തീർത്തോ? കാഴ്ചയാക്കി തീർത്തോ. ഒരു സ്പിരിച്വലത്തിൽ നിന്ന് കാൽവറിയെ കാണുമ്പോൾ അവിടെ കോലം കെട്ട് കിടക്കുന്ന ഒരു മനുഷ്യ ശരീരമല്ല കാണുന്നത്. പകരം വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വൈപ്പിച്ച് അതിനെ പരസ്യ കാഴ്ചയാക്കി അവിടെ കേൾക്കുന്നത് എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന ഒരു നിലവിളി ശബ്ദമല്ല, പകരം ദൂതന്മാരിറങ്ങി ആർത്തു വിളിക്കുന്ന ജയോത്സവമാണ്. നിന്റെ പെർസ്പെക്റ്റീവ് മാറട്ടെ, നിന്റെ വിഷൻ മാറട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിന്റെ അകത്തൊരു ശക്തിയാകട്ടെ. ശലഗടഗര ഗടഗാദര രാൽഗടഗര ഗടഗ ശബ പ്രഭാരിയ റേബ പ്രഭാരിയ. ക്രൂശിനെ ഓർത്ത് നമ്മൾ അനുദപിച്ച് കരയരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ക്രൂശിനെ ഓർത്ത് മനസ്താപപ്പെടരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ക്രൂശിനെ കാണുമ്പോൾ നമ്മുടെ ജഡിക അവസ്ഥകൾ മാറ്റപ്പെട്ട് ഹൃദയം ഉരുകരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നമ്മുടെ പ്രിലിമിനറി ലെവലാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പാപത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ക്രൂശിനെ നോക്കുമ്പോൾ അത് ഒരു അനുതാപത്തിന്റെ കണ്ണുനീര് വീഴ്ത്താം. പക്ഷെ അടുത്ത ലെവലിൽ കയറി രക്ഷിക്കപ്പെടുന്ന നമുക്കോ,
സാൽവേഷന് 3 തലമുണ്ട്. 1 രക്ഷിക്കപ്പെട്ടത്, 2 രക്ഷിക്കപ്പെടുന്നത്, 3 അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷ. അപ്പൊ സാൽവേഷന്റെ സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന മനുഷ്യൻ ക്രൂസിനെ കാണുമ്പോൾ ക്രൂസിന്റെ വചനം അത് അവന്റെ അകത്ത് പവറായിരിക്കണം. സാൽവേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കരയാം. പക്ഷെ സാൽവേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ കയറുമ്പോൾ അതൊരു ഡൈനാമിക് പവർ പോലെ, ഒരു ഡുനാമിസ് പോലെ നമ്മളിൽ നിന്ന് അസാധാരണ ദൈവശക്തിയെ റിലീസ് ചെയ്യിക്കും. ജീസസ് ക്രൂസിന്റെ വചനം നമുക്ക് എന്താണിപ്പോൾ? ദൈവത്തിന്റെ ശക്തി. കാൽവറി എന്ന് പറയുമ്പോൾ അകത്തുനിന്നൊരു തീ കയറട്ടെ. ക്രൂസ് എന്ന് പറയുമ്പോൾ, യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ അകത്തുനിന്നൊരു പവർ കയറി പിടിക്കട്ടെ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ എൻ്റെ സഹോദരങ്ങളെ. വെളിപ്പാട് 3:8 ഫിലദൽഫിയോട് പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നീ ഒത്തിരി വീക്കാ. പക്ഷെ നീ പിടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നീ ഒത്തിരി വീക്കാ, പക്ഷെ നീ പിടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം നീ എൻ്റെ വചനം കൂടെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലോ നീ വചനം കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥല പ്രഭാഷിയ കഠാരിയ ആ വചനം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാ. ആ വചനം നിനക്ക് വേണ്ടി, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനത്തെ കയറി പിടിച്ചോ. ഇന്ന് രാത്രി നിന്റെ ബലഹീനതകളിൽ വചനത്തെ മുറുക്കെ പിടിക്കുക. അവിടെ ഫിലദൽഫിയ ജയിക്കാൻ തുടങ്ങിയത്, അവിടെ ഫിലദൽഫിയ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്, അവിടെ ഫിലദൽഫിയ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത്, അവിടെ ഫിലദൽഫിയയുടെ മേൽ കിരീടം വരാൻ തുടങ്ങിയത്. നിനക്ക് പവറില്ല, പക്ഷെ നിന്റെ കൂടെ നിൽക്കാൻ ഒരു വേർഡുണ്ട്. ആ വേർഡിനെ മുറുകെ പിടിക്ക. നീ ബലഹീനനാ, പക്ഷെ നീ ഒരു സാധനത്തെ കയറി അങ്ങ് മുറുകെ പിടിച്ചു. എന്തോ തല കയറി പിടിച്ചേ? വാചനത്തെ കയറി പിടിച്ചോ. പിന്നെ നിന്നെ തോടാൻ പറ്റുന്നില്ല ഒരുത്തനോ. യു ആർ എ ഫീബിൾ മാൻ. പക്ഷെ നീ ലഭപ്രഭാരിയ അപാരഘടകരകത്തരാതി അലഘടകരക സംപ്രഭാനിയ അമേ 1mm ഒരു ചെറിയ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉള്ള ഒരു ചെറിയ ചെമ്പ് കമ്പി, ഒരു ചെറിയ ഇരുമ്പ് കമ്പി, അത് നിങ്ങളെ ഒരു 466 kV ലൈനയിലൊന്ന് നിങ്ങൾ പിടിച്ചിട്ട് നോക്ക്. ഈ ചെമ്പ് കമ്പി, ഈ ബലഹീനപ്പെട്ട ഇരുമ്പ് കമ്പി ഈ 66 kV ലൈനെ കയറി ഒന്ന് പിടിച്ചു കഴിഞ്ഞാ പിന്നെ ഈ ചെമ്പ് കമ്പി ആരേലും തൊടുവോ? തൊടത്തില്ല. തൊട്ട വിവരം അറിയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് അല്പമേ ശക്തി കാണത്തുള്ളൂ. വളച്ചാ നീ വളയുമായിരിക്കുക. ഇടിച്ചാ നീ തിരിച്ചടിക്കാൻ കഴിവ് കാണത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹോൾഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ നീ ആ കരണ്ട് കമ്പിയെ കയറി പിടിക്ക. നീ ആ കരണ്ട് കമ്പിയെ കയറി പിടിക്ക. നിന്നെ ആരാ തൊടുന്നേ? ഇന്ന് രാത്രി നിനക്ക് സ്വന്തമായി ഒരു ശക്തി കാണത്തില്ല, പക്ഷെ നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനമുണ്ടോ? The power of the word of God. Word of God. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കണം. പഴയ നിയമത്തിൽ പറയാം, നിങ്ങളുടെ വീട്ടിൽ മൊത്തം എന്തോ ചെയ്യണം? ഇത് എഴുതി വെക്കണം. നിങ്ങളുടെ കൈകളിൽ മേൽ എന്തോ ചെയ്യണം? ഇത് കെട്ടി, ഒരു തകിടെ കെട്ടിയിട്ട് കയ്യേല് ഇത് കെട്ടിക്കൊണ്ട് കിടക്കണം. അതാ പറയുന്നത് മന്ത്രപ്പട്ടയ്ക്ക് വീതി ഉണ്ടാക്കിയെന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യെ കെട്ടിക്കൊണ്ട് കിടക്കണം. പോകുമ്പോഴും വരുമ്പോഴും നിങ്ങൾ എന്തോ ചെയ്യണം? യു ഷുഡ് പോണ്ടർ ഇറ്റ്. നിങ്ങളിതിനെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. വചനം വസിച്ചുകൊണ്ടേയിരിക്കണം. വചനം അകത്തിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു കർത്താവിൻ്റെ ദാസൻ അദ്ദേഹത്തെ US ഒരു ചർച്ചിൽ മിനിസ്ട്രിക്ക് വിളിച്ചു. അദ്ദേഹത്തിന് പോകണം. അദ്ദേഹത്തിന് കൊൽക്കട്ടയിലാണ് ഇത് കിട്ടിയത്. കൊൽക്കട്ടയിൽ മലയാളം ട്രാൻസ്ലേഷൻ ഇല്ല. അദ്ദേഹം അവിടെ ചെന്ന് നിന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററാണ്, ഇന്നതിന് പോവുകയാണ്. ഓക്കെ. അവിടെ നിന്നയാൾ പറഞ്ഞു, ഒരു വാക്യം പറയാൻ പറഞ്ഞു, അതിൻ്റെ കൗൺസിലർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിൽ വാക്യമൊന്നും അറിയത്തില്ല, എൻ്റെ മദർ ടങ്കിൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എന്നാൽ മദർ ടങ്കിൽ പറയാൻ പറഞ്ഞു. ഈ മനുഷ്യൻ അവിടെ നിന്ന് ഒരൊറ്റ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും.
അദ്ദേഹം കണ്ണടച്ചതെന്ന് ഉറക്ക വാക്യം പറഞ്ഞ് തിരിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അമ്മേ മുമ്പിൽ ഇരുന്ന മദാമ പറഞ്ഞു, യുവർ വിസ ഇസ് അപ്രൂവ്ഡ്, കം ആൻഡ് എൻജോയ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമ്മേ വചന വാതിലുകളെ തുറക്കുക. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പുറപ്പെട്ടാൽ അതിന് ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ലെന്നേ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചിട്ട് മടങ്ങി വരും. ഒരുത്തൻ ഹെൽപ്പ് എനിക്ക് വേണ്ടെന്ന്. അമ്മേ അമ്മേ ദൈവത്തിന്റെ വചനത്തിനകത്തൊരു പവർ ഉണ്ടെന്ന്. ദൈവത്തിന്റെ വചനത്തിനകത്തൊരു പവർ ഉണ്ട്. രാവിലെ ബൈബിൾ വായിച്ചോടാ. ബൈബിൾ വായിക്കാതെ പോയാൽ പിന്നെ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീഴും കേട്ടോ. മര്യാദയ്ക്ക് ബൈബിൾ വായിച്ചിട്ട് പോകും. ഇതല്ല ബൈബിൾ, ഇതല്ല ബൈബിൾ. ലോകം മൊത്തം ഇരുട്ട് നിറയുമ്പോ നിന്നെ മുമ്പോട്ട് വിടാതെ നിന്റെ വഴിയിലെ ലൈറ്റ് മൊത്തം ഓഫ് ചെയ്യുമ്പോ വല്ലാത്തൊരു അട്ടർ ഡാർക്ക്നെസ് നീ പിന്നെ പൂട്ടിയിടുമ്പോ നീ പുസ്തകം തുറക്ക, നീ ബൈബിൾ എടുക്ക. അത് നിന്റെ കാലിനൊരു ദീപമോ നിന്റെ പാതയ്ക്കൊരു പ്രകാശവുമായി ഇരിക്കുക. ഇന്ന് രാത്രി വചനത്തിന്റെ പവർ ചിലരിലേക്ക് കയറട്ടെ. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി ചിലരിലേക്ക് കയറട്ടെ. ലാരാ ബാബ ബരക്കറ്റരമാനിയ റാൽക്കറ്റരമാനിയ ലറോസിയ പ്രവാചര കഠാനിയ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ള ശക്തി, രണ്ട് സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, യേശു ജനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ 4 തലങ്ങൾ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 1:35 അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. വരുമ്പോൾ എന്തോ സംഭവിക്കാം? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ എന്തോ സംഭവിക്കാം? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടാം. യേശു ജനിക്കുന്നത് എവിടെയാണ്? ആത്മാവിന്റെ ശക്തിയിലാണ്. അടുത്ത ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അപ്പോ കർത്താവ് ജനിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല്, കർത്താവ് പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല്. കർത്താവ് പോകുമ്പോ ശിഷ്യന്മാരുടെ അടുക്കൽ അവസാനം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് പറഞ്ഞിട്ട് അവൻ സ്വർഗാരോഹണം ചെയ്തു. എന്തോ പറഞ്ഞിട്ടാ ലാസ്റ്റ് സ്വർഗാരോഹണം ചെയ്തത്? അമ്മേ, ഞാൻ ജനിച്ചത് പരിശുദ്ധാത്മാവിനല്ല, ഞാൻ ശുശ്രൂഷിച്ചത് പരിശുദ്ധാത്മാവിനല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരിക. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ഭൂമിയുടെ അറ്റത്തോളം the boundary shall be opened for you. നിന്റെ മുമ്പാകെ വാതിലുകൾ തുറക്കുക. കണ്ടോ, യേശുവിന്റെ അമ്മ മറിയത്തിന്റെ അടുക്കൽ ദൂതൻ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടെ വേറെ ലെവലിലാക്കിയാണ് യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്ന്. ഒരു നിഴല് പോലെ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കാം. അതെങ്ങനെയാണെന്നറിയാമോ? ഒരു നിഴലല്ല അടിച്ചത്, ഒരു തീയാണ് അവരുടെ മേൽ വന്ന് വീണത്. ഒരു തീ അവരുടെ മേൽ വന്ന് വീണു. ഇനിയും റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു ക്രിസ്ത്യൻ ലൈഫിന്റെ ഓവർകമ്മിങ് എക്സ്പീരിയൻസ്, വിക്ടോറിയസ് ലൈഫ് എവിടെയാണെന്നറിയാമോ? എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ യു ഷാൽ ബി അബണ്ടന്റ് ഇൻ ഹോപ്പ്. നിങ്ങൾക്ക് പ്രതീക്ഷകൾ വലുതാകാൻ തുടങ്ങും. ആമേൻ. പരിശുദ്ധാത്മാവ് ഒരുത്തനെ ശക്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ അകത്ത് നിരാശയല്ല കിടക്കുന്നത്, പ്രത്യാശയിൽ സമൃദ്ധി. മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ ഹോപ്പ്. ആമേൻ. ഭാവിയെ കുറിച്ച് ചിന്തിച്ചാൽ ഹോപ്പ്. ശുശ്രൂഷയെ കുറിച്ച് ചിന്തിച്ചാൽ ഹോപ്പ്. എഡ്യൂക്കേഷനെ കുറിച്ച് ചിന്തിച്ചാൽ ഹോപ്പ്. പ്രൊഫഷനെ കുറിച്ച് ചിന്തിച്ചാൽ ഹോപ്പ്. കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിച്ചാൽ ഹോപ്പ്. ഈ എന്തോത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ അബണ്ടൻസ് ഓഫ് ഹോപ്പ്. എങ്ങനെയാ പ്രത്യാശയുടെ സമൃദ്ധി വരുന്നത്? ഒറ്റ റീസണാ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ.
എന്നിട്ട് അടുത്തത് പറയാ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവന് നാളെയിൽ നോക്കുമ്പോൾ മുഴുവനും എന്താ? പ്രതീക്ഷകളാ. എന്നിട്ട് അടുത്തത് പറയുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവൻ വിശ്വസിക്കാൻ തുടങ്ങിയ എന്തോ സംഭവിക്കുന്നറിയോ? അവന്റെ അകത്ത് സന്തോഷമോ സമാധാനമോ നിറയോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ, എവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കുറയുന്നോ അവിടെ സന്തോഷം കുറയോ, അവിടെ സമാധാനം കുറയോ, അവിടെ ജീവിതത്തെ വിശ്വസിച്ചിട്ടും പോരാട്ടമാവാശ്രേ. എത്ര വിശ്വസിച്ചിട്ടും കഷ്ടമാവാശ്രേ. എന്താ കാര്യം എന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാത്തത് കൊണ്ടാണ്. ശീലഭാരക്കടപ്രവാസിയ. ആമേൻ. ഒന്ന്, വചനത്തെ മുറുകെ പിടിക്കുക. രണ്ട്, പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യുക? ഒരു ശക്തി പ്രാപിക്കുക. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കുക. ഇന്ന് പലരും പറയും ആരാധിച്ചങ്ങ് നോ. മൂന്നാമത്തെ ഭാഗം എബ്രായ ലേഖനം 11-ാം അധ്യായം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ പറയുക, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തു, വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ക്ക് തെറ്റി, വിശ്വാസത്താൽ അവർ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ അവർ ശക്തി എന്ത് ചെയ്തോ? പ്രാപിച്ചു. വിശ്വാസം ശക്തിയെ കൊണ്ടുവരും. എനിക്ക് വിശ്വാസത്തെ ഇന്ന് ഒരു വിധത്തിൽ ഒരു വാക്കിൽ പോലും പറയാൻ കഴിയത്തില്ല. ഞാൻ പവർഷനിൽ 1 മാസം കൊണ്ട് തീർക്കാൻ വിശ്വാസം എടുത്തതാ. ഇപ്പൊ 13 എപ്പിസോഡ് കഴിഞ്ഞു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എങ്ങനെയായിരുന്നാലും ഒരു 5 എപ്പിസോഡ് തീരാതെ അതെവിടെയും എത്തത്തില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കൾമിനേറ്റ് ചെയ്യണമെങ്കിൽ. ആമേൻ. വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന വിശ്വാസത്താൽ അവർ ശക്തി പ്രാപിച്ചു. റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വാസം നമ്മളെ ശക്തീകരിക്കും. ഞാൻ 1-2 ഭാഗങ്ങളെ പറഞ്ഞ് വേഗത്തിൽ പൂർത്തീകരിക്കാം. We need to be empowered. ഈ ശക്തി നമ്മുടെ സ്വശക്തി അല്ല. ഒരു എക്സ്റ്റേണൽ പവർ നമ്മളിൽ ഇറങ്ങണം. അതെങ്ങനെ സംഭവിക്കും? ഞാൻ ഡോക്ടറിനലി പറഞ്ഞു. 1, വചനത്താൽ. 2, ആത്മാവിനാൽ. 3, വിശ്വാസത്താൽ. ഇത് 3ഉം ഡോക്ടറിനൽ തലമാണ്. ഞാൻ അടുത്തതായി ഒരു പ്രായോഗിക തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 43-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഇതാരെ കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ടു ബി എംപവേർഡ്, ടു ബി സ്ട്രെങ്തൻഡ്. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. Have you ever experienced the angelic encounter? Jesus. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? യേശു പ്രാർത്ഥിക്കുവാൻ ഒറ്റയ്ക്ക് സമയം വേർതിരിച്ചപ്പോൾ an angel descended from heaven, an angelic encounter. ഇന്നിതിനകത്തിരിക്കുന്ന ഒരു 50 വയസ്സിന് താഴെയുള്ളവരുടെ അടുക്കൽ ഞാൻ ചോദിക്കുകയാണ്. അതിന് മുകളിലുള്ളവരുടെ അടുക്കൽ ചോദിച്ചാൽ ഏറെക്കുറെ എല്ലാവരും കൈബുക്കുമായിരിക്കും. ഒരു 50 വയസ്സിന് താഴെയുള്ളവരുടെ അടുക്കൽ ഞാൻ ചോദിക്കുകയാണ്, ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് സ്പിരിറ്റ് റെലം? ഹാവ് യു എവർ സീൻ ഏഞ്ചൽസ്? നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ ദൂതൻ ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറിയത്തിന്റെ മുറിക്കകത്ത് ദൂതൻ ഇറങ്ങി. മനോഹയുടെ ഭാര്യയുടെ അടുക്കൽ ദൂതൻ ഇറങ്ങി. എരിഹോവിന്റെ പടിവാതിൽക്കൽ യോശുവയുടെ അടുക്കൽ ദൂതൻ ഇറങ്ങി. ബിലയാമിന്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങി. ഗിദയോന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി. പൗലോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി. പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി. യോഹന്നാന്റെ പത്മോസിൽ ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ആൻ ഏഞ്ചലിക് എൻകൗണ്ടർ? Have you ever experienced spirit realm? പിന്നെ എന്തൊരു പെന്തക്കോസ, പിന്നെ എന്തൊരു പ്രാർത്ഥനയാ. രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരിക്കാമോ? യഹസ്കേൽ പറയ എന്റെ തലമുടിക്ക് പിടിച്ച്
എന്നെ എടുത്തോണ്ട് പോയി. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് സ്പിരിറ്റ് റെലം? ജീസസ്. ഞാൻ എല്ലായിടവും പറയുന്ന ഒരു ഭാഗം ഞാൻ പറയാം. പെന്തക്കോസ്റ്റ് ചർച്ചുകൾ ഇന്ന് ഡയബറ്റീസ് ചർച്ചുകളായി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഡയബറ്റീസ് ഉണ്ട്, അതുകൊണ്ട് 12:30 ആകുമ്പോ നിർത്തണം. 12:30-ക്കകത്ത് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് പോയേക്കണം. പാസ്റ്റർക്ക് ഒരു ബോധമില്ല, എപ്പോഴാ നിർത്തേണ്ടിയെന്നറിയത്തില്ല. ഓൾ ദ ചർച്ചസ് ആർ ഗെറ്റിംഗ് ടൈം ബൗണ്ടഡ്. ചർച്ചുകളെ നിയന്ത്രിക്കുന്നത് ഡയബറ്റീസ് ആവുകയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുകയാണ്. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസൻ എന്റെ പറഞ്ഞതാണ്, പണ്ട് മടൽ വെട്ടി ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ എത്ര നേരം കളിച്ചതെന്ന് ഓർമ്മയില്ലെന്ന്. കാരണം അത് പാഷനായിരുന്നു, അത് ക്രൈസ് ആയിരുന്നു. സ്പിരിച്വാലിറ്റി പാഷൻ ആകുമ്പോൾ, സ്പിരിച്വാലിറ്റി ഒരു ക്രൈസ് ആകുമ്പോൾ, ലോർത്തനാദി ഡയബറ്റീസിനനുസരിച്ച് വർഷിപ്പ് കൺട്രോൾ ചെയ്യുകയല്ല, നീ വർഷിപ്പ് കൊണ്ട് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യും. വാദവും പിത്തവും പറഞ്ഞ് നീ ആരാധന ചുരുക്കുകയല്ല, നീ ആരാധന കൊണ്ട് വാദത്തെയും പിത്തത്തെയും പിടിച്ചു കെട്ട്. ലാട്ടാരി മഹാരാജന ദൂതന്മാരിറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ തലം മാറട്ടെ, ആത്മതലം തുറക്കട്ടെ, ദർശനങ്ങളും വെളിപ്പാടുകളും ഉണ്ടാകട്ടെ. കൊറോനെല്ലിയോസ് പറയുക, 4ാമത്തെ നാൾ ഞാൻ 9 മണി നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരുത്തൻ ദേ എന്റെ തൊട്ടു മുമ്പിൽ വന്നു നിന്നു. എന്റെ സഹോദരങ്ങളെ, ഏഞ്ചലിക് റെലം എന്ന് ഞാൻ പറയുന്നത് ഒരു ദർശനത്തെയല്ല. ദാനിയേൽ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പേ ദർശനത്തിൽ കണ്ട ദൂതൻ ഇപ്പോൾ എന്റെ അടുക്കൽ വന്നു. മുമ്പേ ദർശനത്തിൽ കണ്ടോ, ഇപ്പോൾ പക്ഷേ എന്റെ അടുക്കൽ വന്നു. വിഷൻ റലത്തിൽ നിന്ന് അത് ലിറ്ററൽ റലത്തിലേക്ക് ഇറങ്ങി വരും. എന്റെ സഹോദരങ്ങളെ, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇത് യേശുവിൽ സംഭവിച്ചെങ്കിൽ ഞാൻ അതിനെ ഒരു പ്രാക്ടിക്കൽ ഇതിൽ പറയാം. നിങ്ങളുടെ മേൽ വീണ് കിടക്കുന്ന ഓരോ പ്രോമിസും എന്തായി തീരണം? അത് ഇറ്റ് ഷുഡ് ബി ഇൻ ഫ്ലഷ്. വാഗ്ദത്തം നിങ്ങളുടെ മൈൻഡിനകത്ത് കിടക്കേണ്ടതല്ല. യെസ്, ഇവൾ ഒരു പ്രവാചകയാകുമെന്നുള്ളത് അമ്മ മൈൻഡിനകത്ത് കിടക്കേണ്ടതല്ല. ആ വചനം ജഡമായി ഇവൾ ലിറ്ററലി ഒരു പ്രവാചകയാകണം. അതാ ട്രാൻസ്ഫോർമേഷൻ. ജീസസ് ഒരു ദൂതൻ ഇറങ്ങി ശക്തിപ്പെടുത്തി. ഞാൻ മുമ്പോട്ട് പോകാം, 1-2 ഭാഗങ്ങൾ പറഞ്ഞ് നിർത്താം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദൂതന്റെ ശക്തി, ദൂതൻ ഇറങ്ങി ശക്തിപ്പെടുത്തുന്നു. അടുത്തത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 1 കൊരിന്ത്യർ 5:4. നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട്, കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട്. അപ്പൊ യേശുവിന്റെ ശക്തി എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രമല്ല, ദ ഫോഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ദ മൈറ്റ് ഓഫ് ക്രൈസ്റ്റ്, അത് നമ്മുടെ അടുക്കൽ വരും. ഞാനതിന് അതിന് ഈ കർത്താവായ യേശുവിന്റെ ശക്തി, അതിന് 2-3 വാക്യങ്ങൾ പറയാം. എഫെസ്യ ലേഖനം 6:10 അവിടെ പറയുന്ന കർത്താവിലും അവന്റെ അമിത ബലത്തിലും. വീണ്ടും പറയുകയാണ് ഈ 2 വാക്യങ്ങൾ, ബാക്കി ഞാൻ സാവകാശം പറയാം. ഈ 2 വാക്യങ്ങളും പറയുന്ന കർത്താവിന്റെ അമിത ബലം. ഇതിന് മൂലഭാഷയിൽ പറയുന്നത് ഫോഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഫോഴ്സ്, കർത്താവിന്റെ സൈന്യം എന്ത് ചെയ്യും? വന്നു നിൽക്കും. വെളിപ്പാട് 19 ദൈവവചനം കുതിരപ്പുറത്ത്, വെള്ളക്കുതിരപ്പുറത്ത് കയറി വരിക, രക്തം തളിച്ച് ഉടുപ്പും ധരിച്ച്. അതിൻ്റെ കൂടെ എന്തോ വന്നു, സ്വർഗത്തിലെ നിർമ്മലവും ശുഭ്രവുമായ സൈന്യം അകമ്പടി വന്നു. അതാ ദൈവത്തിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൈന്യം അവനോടുകൂടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ അകത്ത് ശക്തി ഉണ്ടായിരുന്നു, യേശുവിനോടുകൂടെ ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. അക്കമ്പനിയിങ് ഫോഴ്സ്. എന്താണ് ഈ അക്കമ്പനിയിങ് ഫോഴ്സ്? ദൈവത്തിന്റെ
സൈന്യം, ആർമി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സേന, ഹോളി സ്പിരിറ്റ്. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിങ്ങളുടെ ചുറ്റിനും എന്തുണ്ടായിരിക്കും? ദ ഫോഴ്സ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശക്തിയും കർത്താവിന്റെ സൈന്യത്തിന്റെ ശക്തിയും കൂടെ നിങ്ങളെ കമ്പാസ് ചെയ്യുമെന്ന്. ഹോളി സ്പിരിറ്റ്. ആമേൻ. അവിടെയാണ് നമ്മൾ ശക്തിപ്പെടുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ തനിയെ പോയാ നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കുമായിരിക്കും. പക്ഷേ ഒരു പട്ടാളത്തെ നിങ്ങളുടെ കൂടെ വിട്ടാൽ, അതാ യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ ഇപ്പൊ ചോദിച്ചെങ്കിൽ ലീജിയണുകൾ ഇവിടെ വന്നേനെ, ലീജിയണുകൾ ഇവിടെ വന്നേനെ. അപ്പൊ സൗഖ്യമാക്കാൻ കർത്താവ് കയറി നിൽക്കുമ്പോ കർത്താവ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും, യേശു പിതാവിനോടൊന്ന് പറയും. അപ്പോഴത്തേക്ക് എന്തു സംഭവിക്കോ? സ്വർഗത്തിൽ നിന്ന് ഫോഴ്സുകൾ ഇറങ്ങോ, ലീജിയൻസ് ഇറങ്ങി നിൽക്കോ. ഇന്ന് രാത്രി ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് പ്രഹേളിക മായാജാലമൊന്നുമല്ല, ലിറ്ററലി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഓ രഥനമരശപ്രവാനി, ഐ നീഡ് ആൻ ഏഞ്ചലിക് ഫോഴ്സ് വിത്ത് മീ. ലർട്ടനിയമരസപ്തരാദിയ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരാം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും കർത്താവിൽ ശക്തിപ്പെടുക. ഞാൻ ഈ ഭാഗത്തെ ഏഞ്ചലിക് ഫോഴ്സിൽ നിന്ന് മാറ്റി കർത്താവിൻ്റെ ശക്തിയിലേക്ക് വരിക. യേശുവിൻ്റെ ശക്തിയോടുകൂടെ ഒന്നിച്ചു കൂടിയിട്ട്, അതാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്, യേശുവിൻ്റെ ശക്തിയോടുകൂടെ ഒന്നിച്ചു കൂടുക. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാനൊരു വാക്യം നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് പൂർത്തീകരിക്കാം. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 63-ാം അധ്യായം, യെശയ്യാ പ്രവചനം 63-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യെശയ്യാ 63:12. ദൈവം തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. നിൽക്കട്ടെ. ദൈവം തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈയിൽ ചെല്ലുമാറാക്കി. ഇപ്പൊ മോശയുടെ വലങ്കൈക്കകത്തിരിക്കുന്നത് എന്തുവാ? ദൈവത്തിന്റെ കൈ. ദൈവത്തിന്റെ കൈ. നിങ്ങൾക്ക് ഈ വാക്യത്തെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? മോശയുടെ വലങ്കൈക്കകത്ത് ഇപ്പൊ ദൈവം തന്റെ കൈയെ എന്തോ ചെയ്തു വെച്ചിരിക്കുക. മോശ തൊട്ടാൽ ആരാ തൊടുന്നേ? ദൈവമാ തൊടുന്നേ. മോശ കയറി പിടിച്ച ആരാ പിടിക്കുന്നേ? ദൈവമാ പിടിക്കുന്നേ. മോശ തള്ളി ആരാ തള്ളുന്നേ? ദൈവമാ തള്ളുന്നേ. മോശ കടലിനെ പാവപ്പെട്ട ഒരു മനുഷ്യൻ വെള്ളം ചെതറിച്ച നടക്കുവോ? അബാലഗഡാരിയ. പക്ഷെ മോശയുടെ വലം കൈയിൽ നിന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കരമാ. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം ദൈവ പൈതലേ, നിന്റെ കയ്യിൽ ദൈവത്തിന്റെ കൈ വെളിപ്പെടാ, നിന്റെ കാലുകളിൽ ദൈവത്തിന്റെ കാല് വെളിപ്പെടാ. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ നാവിൽ ദൈവത്തിന്റെ നാവ് വെളിപ്പെടാ. നിന്റെ ശബ്ദത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ജീസസ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, എന്റെ അകത്തേക്കൊന്ന് കയറ്, എന്റെ അകത്തേക്കൊന്ന് കയറ്. ഞാൻ തൊടുന്നത് ദൈവം തൊടുന്ന പോലെ ഇരിക്കട്ടെ. ഞാൻ സംസാരിക്കുന്നത് ദൈവം സംസാരിക്കുന്നത് പോലെ ഇരിക്കട്ടെ. ഞാൻ കൽപ്പിക്കുന്നത് ദൈവം കൽപ്പിക്കുന്നത് പോലെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് എന്റെ കുഞ്ഞുങ്ങളുടെ വലങ്കയിൽ ദൈവത്തിന്റെ വലങ്കൈ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജ ഇമ്പാർട്ട് ചെയ്യട്ടെ. ദൈവശക്തി. എന്റെ സഹോദരങ്ങളെ, കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞ പെട്ടകത്തിനകത്ത് ദൈവത്തിന് വസിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ദൈവത്തിന്റെ കൈപ്പണിയായ എന്റെയും നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ലയോ? Let us be the carrier of his power. Let us be the carrier of his glory. സ്തോത്രം. ആമേൻ. ഞാൻ ഒന്ന് രണ്ട് ഡോക്ടറിനൽ ഭാഗങ്ങളെ ഒരു 2 വാക്യത്തെ പറയാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഉപവാസ പ്രാർത്ഥനയുടെ അവസാനമാണല്ലോ. കർത്താവിൻ്റെ അഭിഷേകത്തിന് അവസാനം ആരംഭത്തിൽ ഓർപ്പിച്ചിരുന്നു. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ
ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും അധൈര്യപ്പെടരുതെന്ന്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ അനേകരുടെയും പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ പോകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിടുതലോ ചെറിയ ശക്തിയോ ഒരു ചെറിയ വിടുതലോ ചെറിയ അനുഗ്രഹമോ അത് കിട്ടാതെ പോകട്ടെ. ജീസസ്. കാരണം പൗലോസ് തിമോത്തിയോസിന്റെ അടുക്കൽ പറയുകയാണ്, മകനെ തിമോത്തിയോസേ, ക്രിസ്തയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. 2 തിമോത്തിയോസ് 2:1. എന്റെ മകനെ, ക്രിസ്തയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പൊ നമ്മളെ ശക്തീകരിക്കണമെങ്കിൽ എന്തോ വരണം? കൃപ വരണം. കൃപ വരണമെങ്കിൽ എന്തോ കിട്ടണം? പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാതെ ഇരിക്കണം. കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 2 കൊരിന്ത്യർ 12:9 നമുക്ക് സുപരിചിതമായ വേദഭാഗം. പൗലോസിന്റെ അടുക്ക പറഞ്ഞ്, എന്റെ കൃപ നിനക്ക് മതി. പക്ഷേ എന്റെ ശക്തി ഒന്ന് ഇറങ്ങി വരണമെങ്കിൽ ഒരു സംഗതിയുണ്ട്. ഒരു ബലഹീനത ഉള്ളിടത്തെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ശക്തി ഇമ്പാർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം BC 700 ഞാൻ യെശയ്യാവിന്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞുപോയി. എന്താണെന്നറിയാമോ? ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. എനിക്ക് വാക്ക് മാറ്റി പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്റെ കൃപ നിന്റെ മേൽ ഇറങ്ങണമെങ്കിൽ, എന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ ഉടനെ മറുപടി തരത്തില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അമ്മേ, 2000 രൂപയുടെ പ്രാർത്ഥനാ വിഷയമാണോ നിനക്ക് നടക്കേണ്ടത്? അളവില്ലാത്ത ദൈവകൃപയാണോ നിനക്ക് വേണ്ടത്? ഇന്ന് രാത്രി പറ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ എഴുതി വെച്ച വിഷയം നടന്നാലും നടന്നില്ലെങ്കിലോ എനിക്കൊരു ദൈവകൃപ വേണോ? എനിക്കൊരു ദൈവകൃപ വേണോ? എനിക്കൊരു ദൈവകൃപ വേണോ? എനിക്കൊരു ദൈവകൃപ വേണോ? ആമേ. ഈ വെളിപ്പാട് കയറിയ പൗലോസ് പറയാ, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി കയ്യേറ്റം നിന്ന ഉപദ്രവം, കഷ്ടത ഇതൊക്കെ സഹിച്ച് അങ്ങ് മടുത്തന്റെ വസ്ത്രേ. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഇതൊക്കെ സഹിക്കുമ്പോ ഞാൻ പിന്നെയും പവറാകുക, ഞാൻ ചാർജ് ആവുകയാ. കാരണം ക്രിസ്തുവിന്റെ ശക്തി എന്റെ ബലഹീനതകളിലെ ആവസിക്കത്തുള്ളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കോ. പോടാ സാത്താനെ, നീ എന്നെ ദണ്ഡിപ്പിക്കാൻ നിന്നാൽ എന്റെ ദൈവത്തിന്റെ അസാധാരണ ശക്തി പ്രവാചക ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ പവർ ഇമ്പാർട്ട് ചെയ്യുക. ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ 1-2 പ്രാർത്ഥനകളുടെ മറുപടിയാണെങ്കിൽ ദൈവം അത് തരും. അല്ല, കൃപ